KSEB ഇലക്ട്രിക്കൽ വർക്കർ എക്സാംസിന് നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു KSEB ഇലക്ട്രിക്കൽ വർക്കർ പോസ്റ്റ് നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയത്. അതിൽ ടോട്ടൽ അപേക്ഷകരുണ്ടായിരുന്ന എണ്ണം നോക്കിക്കേ 29,363 പേരാണ്. പക്ഷേ അതിൽ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തത് 24,917 പേര് മാത്രമേ ഉള്ളൂ. അതായത് ഏകദേശം 4,000-5,000 പേര് ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കിട്ടി? മാറിക്കിട്ടി. അവരൊക്കെ അപ്ലൈ ചെയ്തു, പക്ഷേ അപേക്ഷ എഴുതിയിട്ടില്ല. അതായത് 4,446 പേരാണ് ക്യാൻസൽഡ് ആയിട്ട് ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ഈ പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള അഡ്മിറ്റ് കാർഡ് എന്ന് മുതൽ എടുക്കാൻ പറ്റും? സെപ്റ്റംബർ 16 മുതൽ ഡൗൺലോഡ് ചെയ്യാം. മറന്നു പോകരുത്. സെപ്റ്റംബർ 30 വരെ നിങ്ങൾക്ക് എന്താ നമ്മുടെ പരീക്ഷയ്ക്ക് അന്നത്തെ ദിവസം വരെ പഠിക്കാനുള്ള സമയമുണ്ട്. സെപ്റ്റംബർ 30 രാവിലെ വരെ പഠിക്കാൻ സമയമുണ്ട്. സെപ്റ്റംബർ 30 പരീക്ഷ അല്ലേ? അപ്പം നോക്കിക്കേ, ഈ പരീക്ഷയ്ക്ക് എന്താണ് ഇത്ര വലിയ ഹൈപ്പ്? ഭയങ്കര ഹൈപ്പുള്ള ഒരു പരീക്ഷയാണ്. ഈയിടെ പരീക്ഷ PSC നടക്കാൻ പോകുന്ന ഒരു ഏറ്റവും വലിയ ഹൈപ്പിലുള്ള ഒരു പരീക്ഷയാണ്. ഈ അപേക്ഷിച്ച കാൻഡിഡേറ്റ്സ് ഒക്കെ ഭാഗ്യവാന്മാരാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതിൽ പരീക്ഷ എഴുതുന്നതിലുള്ള പകുതിയിലധികം പേര് ഈ റാങ്ക് പട്ടികയിൽ ഇടം നേടും. പകുതിയിൽ അധികം പേര് ഈ റാങ്ക് പട്ടികയിൽ ഉണ്ടാകും. മനസ്സിലായോ? അങ്ങനെ വരികയാണെങ്കിൽ അതിൽ 10% പേർക്ക് ജോലി ലഭിക്കും. അതാണ് ഇതിൻ്റെ സവിശേഷത. അതിൽ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ജില്ലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികൾ എത്രയാണെന്നറിയാമോ? 985 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. 985. ഇനിയും ഈ പറയുന്ന 3 വർഷത്തിനുള്ളിൽ 500 വേക്കൻസിയും കൂടെ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? 985 പ്ലസ് 500 കൂടെ വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ 10%-ലധികം പേര് ജോലി കിട്ടും. നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിസ്റ്റിൻ്റെ ആദ്യം തന്നെ വരും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ കേരള PSC ഒരു നോട്ടിഫിക്കേഷന് ഒരു PSCക്ക് അഡ്വൈസ് പോയതാണ്. 485 പേർക്ക് ഒരുമിച്ച് പോയി. ഏതാണെന്നറിയാമോ? കേരള ബാങ്കിലേക്ക് 485 അടുത്ത് ഒറ്റയടിക്ക് പോയ വേക്കൻസികളാണ്. അപ്പം നോക്കിക്കേ, അങ്ങനെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് നിയമനം കിട്ടും. ഈ നിയമനം കിട്ടണമെങ്കിൽ വെറുതെ കിട്ടിയാൽ പോരാ. കുറേ പേര് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്നവരോടൊപ്പം നിങ്ങൾ എത്തണം. ഞാൻ പണ്ട് ITA കഴിഞ്ഞതാണ്, പണ്ട് ഡിപ്ലോമ പഠിച്ചതാണ്, ഞാനിതൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞ് വിലപിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് പോത്തതേ ഉള്ളൂ അല്ലേ? അപ്പം അവിടെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. എങ്ങനെ പഠിക്കണം? കണ്ടോ, ഓരോ മോഡ്യൂളും നിങ്ങൾ അതിൻ്റെ ബേസിക്കിൽ നിന്ന് തുടങ്ങണം. ഇപ്പം ഞാനിവിടെ ക്ലാസ്സുകൾ നടത്തുന്നതിൻ്റെ ഞങ്ങളുടെ CCയിൽ ക്ലാസ്സുകൾ നടത്തുന്ന ഒരു ടൈം ടേബിളാണ്. കണ്ടോ, ഓരോ ഡേയിലും ഓരോ മോഡ്യൂളിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റലിൽ തുടങ്ങുന്നു. ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഫ്ലെക്സ്. രണ്ടാമത്തത് മോഡ്യൂൾ 1 തന്നെ ബാക്കിയുള്ള സോൾഡറിങ് ടെക്നിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ്. 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. അങ്ങനെ ഓരോന്നും. അപ്പം അതിനകത്ത് എന്തായിരിക്കും? റെസിസ്റ്റൻ്റ് എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ്, പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ പിക്ചേഴ്സ് ബേസ് ചെയ്ത് പഠിക്കുന്നു. ആ എക്സാമിൻ്റെ നിലവാരത്തിൽ പഠിക്കുന്നു. ഇപ്പം നമ്മൾ ഒരുപാട് വലിയ അഡ്വാൻസ്ഡ് ലെവലിൽ പഠിക്കാൻ പറ്റത്തില്ല. എഞ്ചിനീയർ ലെവലിൽ പഠിക്കേണ്ട, താഴെയുള്ള ലെവലിൽ പഠിച്ചാൽ മതി. ഡീറ്റെയിൽഡ് സ്റ്റഡി ടൈപ്സ് ഓഫ് വയേഴ്സ്, കേബിൾസ്. പല പരീക്ഷകൾക്കും PSC ഈ ഒരു പോർഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നു, അതിനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഈ ഒരു വിഷയം, ഈ ഒരു പരീക്ഷ പ്രോപ്പറായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പം 30-ാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഏകദേശം ഒരു 40 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? 40 ഇൻറ്റു നിങ്ങൾക്ക് ഒരു ദിവസം 3 മണിക്കൂർ പഠിക്കാനിരുന്നാൽ പോലും 120 മണിക്കൂർ പഠിക്കും. ഇപ്പം നമ്മുടെ ഒരു അഗ്രസീവായിട്ടുള്ള ഞങ്ങൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഒരു 1.5 മണിക്കൂർ നിങ്ങളെ പഠിപ്പിക്കുക, അതിൻ്റെ ക്ലാസ്സുകൾ കാണാൻ പറ്റുക. ഈ ഇടെ നടന്ന PSCയുടെ പരീക്ഷകളിലെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ഒരു പോർഷനുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞു തരിക, അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെ അതോടൊപ്പം തന്നെ മോഡൽ എക്സാംസ് എഴുതിപ്പിക്കുക. മാക്സിമം മോഡൽ എക്സാംസ് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. നെഗറ്റീവ് കുറയ്ക്കുക.
റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യത്തിലേക്ക് വരിക. ഇതാണ് ഞങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റഡി പ്ലാന് നിങ്ങൾക്കും ഇനിയുമുണ്ട്. 40 ദിവസം ഓൺലൈനിൽ പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കണക്ട് ചെയ്താൽ മതി. കേരളത്തിലെ മികച്ച അധ്യാപകർ, ഇവർ ചെറിയ ആൾക്കാരൊന്നുമല്ല. അശ്വിനി, അലീന, CR, അതോ ഈ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു മേലിൽ വരുന്ന 2 ടീച്ചേഴ്സാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. ഇതുപോലെ ഒരുപാട് അധ്യാപകരുണ്ട്. ഈ ടീച്ചേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പല PSC എക്സാംസ്, ഇലക്ട്രിക്കൽ നടന്ന പല PSC എക്സാംസിൻ്റെയും ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് റാങ്ക് ഹോൾഡേഴ്സാണ്. ഈ റാങ്ക് ഹോൾഡേഴ്സ് അവരുടെ സ്ട്രാറ്റജീസ്, അവരുടെ പ്രോപ്പർ സ്ട്രാറ്റജീസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർ വേഗം പഠിച്ചോളൂ, മറന്നു പോകണ്ട. എക്സാമിൻ്റെ ബേസിക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഈ എക്സാമിൻ്റെ ഷെഡ്യൂൾസ് നോക്കുക. സെപ്റ്റംബർ 30 എക്സാം ടൈം എന്ന് പറയുന്നത് രാവിലെയാണ് 7:30 തൊട്ട് 8:50 വരെയാണ്. OMR ഫോർമാറ്റിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ്. 1.5 hours ആണ് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം OMR എക്സാം ആണ്, മനസ്സിലാക്കുക. മോർണിംഗ് ആണ് എക്സാംസ്. നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇന്ന് തൊട്ട് പഠിക്കുക. ഇനിയും വീണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഇവിടെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിരിക്കാം. ആ ഗൂഗിൾ ഫോമിൽ ഇനി അടുത്ത് നടക്കാൻ പോകുന്ന ഈ പരീക്ഷയുടെ മോഡൽ എക്സാംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പഠിച്ചത് പ്രോപ്പർ ആണോ? കേരളത്തിലെ ഒരുപാട് കുട്ടികളോട് നിങ്ങൾക്ക് നിങ്ങൾ മത്സരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് എവിടെ കിടക്കും എന്നൊക്കെ മനസ്സിലാവത്തില്ലേ? അങ്ങനെ അതിനു വേണ്ടി ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു മോഡൽ എക്സാം നടത്തുന്നുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. അതിൽ ഈ കറക്റ്റ് എക്സാമിൻ്റെ മാർക്ക് വെയിറ്റേജിനെ ബേസ് ചെയ്ത് പുതിയ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നടത്തുന്ന. കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയായിരിക്കും. ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഞങ്ങൾ റാങ്ക് ലിസ്റ്റും അവിടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി താല്പര്യമുള്ളവർ ഈ ഒരു ഗൂഗിൾ ഫോമിൽ ഒന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മറന്നു പോകേണ്ട, അടിപൊളി ബാച്ചാണ്. നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം വേണോ? തീർച്ചയായിട്ടും CCയോടൊപ്പം കൂടിച്ചേരാം. ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.